ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗത്തിന്റെ പെരുന്നാൾ കളക്ഷൻ പരിശോധിക്കാൻ നമുക്ക് ഡേ 8 വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ്. അതിനു പക്ഷേ എല്ലാവരും കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോ ചാനൽ. ദൃശ്യം 3 നമ്മുടെ ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗം. എന്തായാലും പടത്തിന്റെ 8 ദിവസത്തെ ബോക്സ് ഓഫീസ് പരിശോധിക്കാം നമുക്ക്. കേരളം എന്ന സിനിമയ്ക്ക് അഡ്വാൻസ് ആയിട്ട് പെരുന്നാൾ ദിവസം ഓൾമോസ്റ്റ് 3 കോടിന് മുകളിലാണ് ഗ്രോസ് കളക്ഷൻ ട്രാക്ക് ചെയ്യാൻ സാധിച്ചത്, അഡ്വാൻസ് കളക്ഷൻ ആയിട്ട്. എന്തായാലും സിനിമയ്ക്ക് അതുകൊണ്ട് തന്നെ നല്ലൊരു ഓപ്പണിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. സിനിമയ്ക്ക് ഡേ 8 ആണെങ്കിൽ പോലും ഓൾമോസ്റ്റ് 5 കോടിന് മുകളിലുണ്ട്. 5,72,00,000 സിനിമയ്ക്ക് ബക്രീദ് പെരുന്നാൾ സ്പെഷ്യലായിട്ട് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് കേരളത്തില്. കഴിഞ്ഞ 8 ദിവസം കൊണ്ട് ഇപ്പൊ സിനിമ കേരളത്തിന് മാത്രം 60 കോടിന് മുകളിലാണ് ഗ്രോസ് കാണാൻ സാധിക്കുന്നത്. 62,70,00,000 സിനിമയുടെ ഗ്രോസ് കളക്ഷൻ കാണാൻ സാധിക്കുന്ന നിലവിൽ കേരള ബോക്സ് ഓഫീസില്. 75 കോടിയിലോട്ട് പോവുകയാണ് നമ്മുടെ ദൃശ്യം എന്ന സിനിമ നമ്മുടെ 9ാം ദിവസം ആകുമെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും നമ്മുടെ കേരളത്തിലെ ഷെയർ കളക്ഷൻ ഓൾമോസ്റ്റ് 30 കോടി കംപ്ലീറ്റ് ആയി എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഇനി സിനിമയുടെ മറ്റു ഭാഗത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ഓവർസീസ് തന്നെയാണ്. സിനിമ ഒഫീഷ്യലായിട്ട് 100 കോടി ക്ലബിൽ എത്തിയിരിക്കുകയാണ് ഓവർസീസ് ബോക്സ് ഓഫീസ് മാത്രമായിട്ട്. നമ്മുടെ ലാലേട്ടന്റെ മൂന്നാമത്തെ സിനിമയാണ് നമ്മുടെ ഓവർസീസിൽ $10 മില്യൺ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഓവർസീസ് ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണ്. അതിൽ കൂടുതലും മിഡിൽ ഈസ്റ്റ് നിന്നാണ് കൂടുതൽ ഈ ഒരു ഓവർസീസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. പിന്നെ നോർത്ത് അമേരിക്കയിൽ നിന്നും 2 കിലൻ ഓവർസീസ് രാജ്യങ്ങളിൽ നിന്നാണ് സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത് ദൃശ്യം 3 സിനിമയ്ക്ക് നല്ലൊരു ബാക്ക് ബോൺ ആയിട്ട്. പിന്നെ അത് മാത്രമല്ല സിനിമയുടെ ഗ്രോസ് കളക്ഷൻ ആണെങ്കിലും ഓൾമോസ്റ്റ് സിനിമയ്ക്ക് 88 കോടിന് മുകളിലോട്ടാണ് സിനിമയുടെ ഗ്രോസ് കളക്ഷൻ കാണാൻ സാധിക്കുക. ഇന്ത്യൻ നെറ്റ് പരിശോധിക്കുകയാണെങ്കിൽ 75 കോടിന് മുകളിലാണ് ഇന്ത്യൻ നെറ്റ് കളക്ഷൻ. ഇനി നമ്മുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് തന്നെയാണ്. ഓൾമോസ്റ്റ് കഴിഞ്ഞ 8 ദിവസം കൊണ്ട് സിനിമയ്ക്ക് വേൾഡ് വൈഡ് 196 കോടി 93 ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. സിനിമ പതിയെ 200 കോടിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും 7 ദിവസം കൊണ്ട് 200 കോടിയിൽ എത്തിയെന്ന് പറഞ്ഞ ഒരു തള്ളു പോസ്റ്റർ നമ്മൾ കണ്ടായിരുന്നു. എന്തായാലും ഒഫീഷ്യൽ ഫിഗേഴ്സ് അനുസരിച്ച് സിനിമ 200 കോടി 7 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയി. ട്രാക്കേഴ്സ് അനുസരിച്ച് സിനിമ എന്തായാലും ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാകുമ്പോഴേക്കും ഒഫീഷ്യലായിട്ട് സിനിമ 200 കോടി ക്ലബിൽ എത്തുന്നതാണ്. എന്തായാലും നമ്മുടെ ടോപ്പ് 10 മലയാളം ഹയസ്റ്റ് ഗ്രോസിംഗ് സിനിമ ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ വേൾഡ് വൈഡ് നമ്മുടെ ദൃശ്യം എന്ന സിനിമ 6ാം സ്ഥാനം എത്തിയിരിക്കുകയാണ്. നമ്മുടെ 2018 എന്ന സിനിമേന്റെ 181 കോടി, അതുപോലെ തന്നെ ആടുജീവിതം സിനിമേന്റെ 160 കോടി, ആവേശം സിനിമേന്റെ 156 കോടി, സർവ്വമയം സിനിമ 181 കോടിയൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി 5ാം സ്ഥാനത്തോട്ട് പോവുകയാണ് തുരരം സിനിമേന്റെ 237 കോടി, വാഴ സിനിമേന്റെ 238 കോടി, മഞ്ഞുവൽ ബോയ്സിന് 241 കോടി, പിന്നെ നമ്മുടെ എമ്പുരാൻ സിനിമേന്റെ 268 കോടി, ലാസ്റ്റ് നമ്മുടെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര 305 കോടി. എവിടെ എത്തും ഈ പൊസിഷൻ നമ്മുടെ ദൃശ്യം 3 സിനിമയുടെ ഫൈനൽ റണ്ണിംഗ് കളക്ഷൻ? എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു നമ്പേഴ്സ് കമന്റ് ബോക്സ് ചെയ്യപ്പെടുത്തുക. സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് ദൃശ്യം സിനിമയുടെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. അതിന് പക്ഷേ എല്ലാവരും കാണുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോ സിനിമ കണ്ടവർ എന്തായാലും മറക്കാതെ ദൃശ്യം 3 സിനിമയുടെ അഭിപ്രായങ്ങൾ നമുക്ക് ചെയ്യപ്പെടുത്തുക. കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് ദൃശ്യം 3 സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്കായിട്ട്.